ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും AJ സിംപ്ലി ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിലി പ്ലാനറിനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അനുമോൾ ജോളി എന്ന് പറയുന്ന അവരാണ് ഈ ഒരു പ്ലാനർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് യൂട്യൂബിലൊരു ഡെയിലി പ്ലാനറിന് വാങ്ങാനൊരു തോട്ട് വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഒരാൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അടിപൊളി പ്ലാനറാണ് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ റിവ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാൻ ആമസോണിൽ കയറിയിട്ട് ജസ്റ്റ് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡെയിലി പ്ലാനറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഈ ഒരു പ്ലാനറിൻ്റെ അകത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഈ ഡെയിലി പ്ലാനർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു ഡെയിലി പ്ലാനർ എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ തലേന്നാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്ലാനറിനകത്ത് എഴുതി വെക്കുക. അതായത് നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്ന് വരെ ഉള്ളത് നമുക്ക് എഴുതാനുള്ളൊരു സ്പേസ് ഉണ്ട് അതിനകത്ത്. അതേപോലെ തന്നെ നമുക്ക് ആരെങ്കിലും വിളിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ഒരു ഇതിനകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ എഴുതണ്ടേന്ന് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മോഡൽ അതിൽ കൊടുക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പോലെ നമുക്ക് അതിൽ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡെയിലി പ്ലാനർ അല്ലാതെ തന്നെ നമുക്ക് അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് വീക്ക്ലി പ്ലാനർ എന്ന് പറയുന്നത്. നമുക്ക് ഒരു വീക്കിലേക്കുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് എഴുതി വെക്കാം. അതേപോലെ തന്നെ ചെറിയൊരു പോക്കറ്റ് ഡയറി പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. അതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സാലറി നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങളിലേക്കാണ് യൂസ് ചെയ്യേണ്ടത്, ബാക്കി എത്ര വരുന്നുണ്ട്, അങ്ങനത്തെ ഒക്കെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ അഫർമേഷൻ കാർഡ് വരുന്നുണ്ട്. അത് നമ്മൾ ഡെയിലി രാവിലെ എടുത്തിട്ട് അതിൽ ഏതെങ്കിലും ഒരു കോട്ട് നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ എടുത്ത് അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഭയങ്കരമായിട്ടൊരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവും അത് വായിക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേറൊരു പെന്നും കൂടെ തരുന്നുണ്ട്. ആ പെൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരു സാധാ ഒരു നമ്മളിങ്ങനെ ആക്കുന്നൊരു പെന്നില്ലേ, ആ ഒരു പെന്നാണ് കേട്ടോ അതിൽ വരുന്നത്. പിന്നെ അതിനകത്ത് ഉണ്ടായിരുന്നത് നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് വേണ്ടിയിട്ടൊരു കത്ത് എഴുതുക. കാരണം ഞാനിപ്പോൾ 2024 അപ്പോൾ ഒരു 2026 എനിക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു കത്ത് എഴുതുക. അതായത് ആ ഒരു കത്തിൽ നമ്മൾ അടുത്ത ഫ്യൂച്ചറിൽ എന്താവും, നമ്മൾ എന്തൊക്കെ ആയിത്തീരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഇന്നത്തെ ഞാൻ ഒരു 2 വർഷം മുമ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാനുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ ഞാൻ എങ്ങനത്തെ വീട് വയ്ക്കും, എങ്ങനത്തെ ആരുടെ കൂടെ ജീവിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ ഒരു ഡെയിലി പ്ലാനറിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടു പോകുമല്ലോ. അപ്പോൾ ഇന്ന ദിവസം ഇന്ന ആളെ വിളിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ഒരു പ്ലാനറിനകത്ത് എഴുതി വെക്കുമ്പോൾ നമ്മൾ പിറ്റേന്ന് അന്ന് രാത്രിയായിട്ട് നമ്മൾ തലേന്ന് എഴുതി വെക്കുക ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം രാത്രിയാവുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത് ടിക്ക് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് വിട്ടുപോയതെന്ന് വെച്ചാൽ അത് പിറ്റേന്നായിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ നമുക്ക് എന്താ പറയുക ടെൻഷൻ കുറയ്ക്കാനും അതേപോലെ തന്നെ ഓർമ്മശക്തി വളർത്താനൊക്കെ സഹായിക്കുന്ന ഒന്നാണിത്. ഇനിയിപ്പം നമ്മളെന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുമല്ലോ, അതിങ്ങനെ ഓർത്ത് വരുന്നതുകൊണ്ട് ഈ ഒരു സംഭവത്തിൽ എഴുതി വെക്കുന്നതുകൊണ്ട്. അപ്പോൾ അതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തന്നെ ഒരു ലക്ഷ്യം ഉണ്ടാവും, നമ്മൾ ഇന്നത് ചെയ്യണം, നമ്മൾ ഓരോ ദിവസം ഇന്നത് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ട് ഉള്ള സമയം കളയില്ല, വേസ്റ്റ് ആക്കി കളയില്ല. അതൊക്കെയാണ് ഈ ഒരു ഡെയിലി പ്ലാനറിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. എനിക്ക് ഫസ്റ്റ് ടൈം ഇത് കിട്ടിയ സമയത്ത് ഇനി രാത്രി ഇരുന്ന് ഇത് എഴുതണമല്ലോ എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് 2-3 ദിവസത്തേക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളത് യൂസ്ഡ് ആവും. പിന്നെ നിങ്ങൾ ആ ഒരു പ്ലാനർ യൂസ് ചെയ്ത് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം ഇനി ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഡെയിലി പ്ലാനർ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. യുവർ സക്സസ് ബിഗിൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് അനുമോൾ ജോളി അവർ എഴുതിയിട്ടുള്ള ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ള അവരുടെ പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്കിതിലൊരു അഫർമേഷൻ കാർഡാണ് വരുന്നത്. ഞാൻ കുറച്ച് യൂസ് ചെയ്തു കേട്ടോ, അതുകൊണ്ടാണ് ഇതിൻ്റെ ബോക്സൊക്കെ ഇങ്ങനെ കേടായിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ അഫർമേഷൻ കാർഡ്സ് വരുന്നുണ്ട്. കറക്റ്റ് കൗണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ അഫർമേഷൻ കാർഡ്സിലും ഓരോ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മോർണിംഗ് എടുത്തിട്ട് ഇതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക ആ ഒരു ഡേ ഭയങ്കര ഹാപ്പി ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇത് അഫർമേഷൻ കാർഡ്സ് കുറേ ഉണ്ട്.
ഒക്കെ വേറെ വേറെ കോഡ്സാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഷഫിൾ ചെയ്തിട്ട് നമുക്കിങ്ങനെ കണ്ണടച്ചിട്ടൊക്കെ ഇങ്ങനെ എടുക്കാം, അത്രയേ ഉള്ളൂ. വേറെ പിന്നെ ഇതിനകത്ത് വരുന്നത് ഇതേപോലത്തെ ഒരു പോക്കറ്റ് ഡയറിയാണ് വരുന്നത്. അതിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ. എക്സസൈസ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ 3 പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, ഹാപ്പിനെസ്, എക്സസൈസ്, മൈൻഡ്ഫുൾനെസ്, അങ്ങനെയൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവൻറ്റ്സ്, നമ്മൾ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, മോർണിംഗ് റൊട്ടീൻ എത്ര മണിക്ക് ചെയ്യുന്നു, വർക്ക് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, എത്ര മണിക്ക് നമ്മൾ ഡിന്നർ കഴിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ മോർണിംഗ് റൊട്ടീനിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനുണ്ട് അത്, പിന്നെ നമുക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അത്, പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, ഔട്ട് ഓഫ് സോഴ്സ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ മീൽസ് പ്ലാൻ, ഇന്ന് എന്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ എത്ര വെള്ളം കുടിക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്, അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഹാബിറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ള ഗുഡ് ഹാബിറ്റ്സ്, ബാഡ് ഹാബിറ്റ്സ് എന്തൊക്കെയായിരിക്കും, അതൊക്കെ നമ്മളിങ്ങനെ ഡെയിലി പ്ലാൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ തലേന്ന് രാത്രി ചെയ്ത് വെക്കുക, എഴുതി വെക്കുക, എന്നിട്ട് അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമ്മുടെ ഒരു സ്പേസ് ഉണ്ടായില്ല, നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എഴുതാം. അതിൽ പറയുന്നത് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല, അത് ജസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള കൊടുത്തിട്ടാണ്. നമ്മുടെ സ്പേസിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. യുവർ സ്പേസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ബുക്കിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കുറേ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എഴുതുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞില്ല, ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എന്തൊക്കെയായിത്തീരും എന്നറിയില്ല, ഞാൻ ഫ്യൂച്ചറിലുള്ള എനിക്ക് വേണ്ടിയിട്ടൊരു ലെറ്റർ എഴുതിയതാണ്. പിന്നെ വീക്ക്ലി പ്ലാനർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡ്രീം ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ എവിടം വരെയാണ് ഈ ഒരു ഡയറി എഴുതി വെച്ചിട്ടുള്ളത്, പേജ് നമുക്ക് കറക്റ്റ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു ബോക്സിനകത്ത് വരുന്നത്. പിന്നെ ഒരു പെന്നും കൂടെ ഉണ്ട്, അത് മിസ്സായിപ്പോയി, എനിക്ക് അത് കാണാനില്ല, മക്കളൊക്കെ എടുത്ത് കളിച്ചിട്ട് അത് എവിടെ ആയിപ്പോയി തോന്നുന്നു, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വാങ്ങിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ചേഞ്ച് വരും. ഇത് ഫസ്റ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, കാരണം നമുക്ക് ശീലമില്ലാത്തൊരു കാര്യമല്ലേ. അപ്പോൾ അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, നമ്മുടെ ലൈഫിൽ തന്നെ ഒരു ഹാപ്പിനെസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.